Hi all, myself Feba Marianaji. I am at Logic Ernakulam branch CA Foundation Batch 2 graduate. So why did I choose CA, right? നമ്മളെല്ലാവരും ലൈഫിൽ ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്നവരാണ് അല്ലേ? പക്ഷെ CA എന്ന് പറയുന്ന ഒരു കോഴ്സ് ലൈഫ് ചേഞ്ചിങ് ആണ്. അതിലേക്ക് കയറുമ്പോൾ ഒരാളായിട്ടല്ല നമ്മൾ തിരിച്ചറിയണം. And I liked it. The changes in our personality, everything. I liked everything about it. ഇവിടെ ലോജിക്കിൽ വന്നപ്പോൾ ഫാക്കൽറ്റി, the support of faculty was immense. നമുക്ക് മെന്റൽ ആയിട്ടാണെങ്കിലും റിസോഴ്സസ് ആണെങ്കിലും ജെക്കേഷ മെറ്റീരിയൽ ആണെങ്കിലും എല്ലാം എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിരുന്നു. എക്സാം പ്രിപ്പറേഷൻ്റെ ടൈമിൽ നമ്മൾ വളരെ ടെൻസ്ഡ് ആയിരിക്കും ആ സമയത്ത്. അന്നേരം ഫാക്കൽറ്റീൻ്റെ സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് പഠിത്തം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഓരോ രാവിലെയും അവർ എന്തെങ്കിലും മോട്ടിവേഷണൽ ആയിട്ടുള്ളൊരു ടിപ്പോ കോട്ടോ എന്തെങ്കിലും വായിക്കും. അത് വായിക്കുമ്പോൾ നമുക്ക് ആ ഒരു ദിവസം തന്നെ പ്ലസൻ്റ് ആവുകയാണ്. അത് കഴിഞ്ഞിട്ട് CA ഫൗണ്ടേഷൻ ക്വാളിഫൈ ആയപ്പോൾ ഉണ്ടായ കോൺഫിഡൻസ് അതൊരു വേറെ ലെവലാണ്. ശരിക്കും പറഞ്ഞാൽ CA ഇന്റർ പഠിക്കാൻ പറ്റും. അതുവരെ ഞാൻ വിചാരിച്ചിരുന്നത് CA ഇന്റർ ചിലപ്പോൾ പറ്റില്ലായിരിക്കും, 2-3 അറ്റംപ്റ്റ് ട്രൈ ചെയ്യേണ്ടി വരും, ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല എന്ന് ഉറപ്പായിരുന്നു. പക്ഷേ CA ഫൗണ്ടേഷൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ CA ഇന്റർ പഠിക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ആണ്. ഞാനിപ്പോൾ മോളെ കുറിച്ച് എന്താ പറയുക, അവള് 8ാം ക്ലാസ് മുതൽ കൊമേഴ്സ് എടുക്കണം എന്ന് പറഞ്ഞാൽ ഭയങ്കര നിർബന്ധമായിരുന്നു. അപ്പോൾ ഞാനും ഒരു അക്കൗണ്ടന്റ് ആയതുകൊണ്ട് എനിക്കത് സപ്പോർട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ ആള് പക്ഷേ അക്കൗണ്ടന്റ് എന്നതിലുപരി എക്കണോമിക്സ് ആയിരുന്നു ചൂസ് ചെയ്തത്. അത് കഴിഞ്ഞ് ഒരു 11th ഒക്കെ ആയപ്പോഴത്തേക്കും മോട്ടിവേഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്തു. അപ്പോൾ ഉറപ്പിച്ചു പറഞ്ഞു ഞാനിനി CA മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഞങ്ങളത് സമ്മതിച്ചു. എപ്പോഴും സപ്പോർട്ടായിട്ട് കൂടെ നിന്നു. ലോജിക്കിൽ വന്നു. അപ്പോൾ ഇവിടെ സ്കോളർഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. സ്കോളർഷിപ്പ് എഴുതി, അതിലും ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. പിന്നീട് ടീച്ചേഴ്സ് ഒക്കെ ആയിട്ടാണെങ്കിലും നല്ല, ഞാനും വിളിക്കാറുണ്ട്, എല്ലാവരുമായിട്ട് നല്ല സപ്പോർട്ടായിരുന്നു. എക്സാം ഒക്കെ ആയപ്പോഴത്തേക്കും മോള് നന്നായിട്ട് ടെൻഷൻ അടിച്ചിരുന്നു. അപ്പോൾ ടീച്ചേഴ്സ് പറയും ഇല്ല കുഴപ്പമില്ല, ഇങ്ങനെ തന്നെ പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞു. വീട്ടിലാണെങ്കിലും ഞങ്ങൾ രണ്ടുപേരും, അതായത് പേരൻസ് രണ്ടുപേരും നല്ല സപ്പോർട്ടായിരുന്നു മോൾക്ക്. എപ്പോഴും ഇപ്പോഴും അവളുടെ ആഗ്രഹം എന്തോ അത് നടക്കട്ടെ എന്നുള്ള ഇതിലായിരുന്നു. നെഗറ്റീവ്സ് ഒന്നും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ഇതുവരെയും. എനിക്ക് CA എടുക്കണം എന്നുള്ള ഒരു ചിന്ത വന്നു ഒരു 10th 11th 12th ആയപ്പോഴാണ്. ആക്ച്വലി എനിക്കൊരു ഡിഫറെൻറ്റ് വേയിലൂടെ പോകണമായിരുന്നു. BCom തന്നെ എടുക്കാമെന്നൊക്കെ പറഞ്ഞൊരു ബോറിങ് വേ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു CA എടുക്കാം. ഫസ്റ്റ് CMA അതൊക്കെ വിചാരിച്ചു. പക്ഷേ CA വിചാരിച്ച് കുറച്ചും കൂടി സ്കോപ്പുള്ള ഒരു ഇതെന്ന് പറഞ്ഞ CA. സോ CA എടുക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് വിചാരിച്ചു CA ഭയങ്കര ടഫ് കോഴ്സ് ആയിരിക്കും, ഭയങ്കര പാടായിരിക്കും ക്രാക്ക് ചെയ്യാൻ. പക്ഷേ CA അത്ര പാടൊന്നുമല്ല, പഠിച്ചാൽ കിട്ടും. നമ്മൾ സാധാരണ പഠിക്കുന്ന പോലെ റെഗുലറായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ CA കിട്ടാന്നേ ഉള്ളൂ. പിന്നെ ലോജിക്ക് എനിക്ക് ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലോജിക്കിൻ്റെ എല്ലാ ഫാക്കൽറ്റീസും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു, മോട്ടിവേറ്റിംഗ് ആയിരുന്നു. പിന്നെ എനിക്ക് അങ്ങനെ എന്താ പറയുന്നത്, ഡിപ്രസിങ് ആയിട്ടുള്ള ഒന്നും അങ്ങനെ ഒരു പ്രശ്നമായിട്ടും തോന്നിയിട്ടൊന്നുമില്ല. എല്ലാം നല്ല ഈസി ആയിട്ടാണ് ഞാൻ ക്രാക്ക് ചെയ്ത്. എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ പറ്റും, അങ്ങനെ ഡിഫിക്കൽട്ടാണെന്നൊന്നും ഞാൻ പറയില്ല. സോ CA ഈസ് എ വെരി ഗുഡ് ഓപ്പർച്യൂണിറ്റി ഫോർ എവരിബഡി. എല്ലാവരും അതെടുത്ത് അതിലേക്ക് സ്കോപ്പ്, അതിലേക്ക് ഇറങ്ങി അച്ചീവ് ചെയ്യാൻ നോക്കുക. ഇവൻ മാത്സിൽ നോർമൽ എല്ലാ കുട്ടികളും സ്കോർ ചെയ്യുന്നതിനേക്കാളൊക്കെ അവൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ള ആ ഒരു നോർമൽ ഇതിൽ വ്യത്യസ്തമായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് എല്ലാ സമയത്തും മാത്സിൽ അത്യാവശ്യം നല്ല രീതിയിൽ മാർക്ക് വാങ്ങും. അത് എനിക്ക് ഒരു തുടക്കം മുതലേ ഞാനത് നോട്ടീസ് ചെയ്തൊരു സംഭവമാണ്. 8th സ്റ്റാൻഡേർഡ് മുതലാണല്ലോ നമ്മൾ കുട്ടികളുടെ ആ ഒരു ചേഞ്ച് ശ്രദ്ധിക്കുക. 8th 9th 10th വന്നപ്പോൾ നല്ല രീതിയിൽ ഇവൻ മാത്സ് സ്കോർ ചെയ്യുന്നത് കണ്ടു. ഞാൻ വൈഫിനോട് പറഞ്ഞു നമുക്ക് ഇവനെ ഏതാണ് ഇവൻ താല്പര്യം എന്നുള്ളത് ഇപ്പോൾ തന്നെ ചോദിച്ചു വയ്ക്കുന്നപ്പോൾ അവൻ 10th മുതലേ പറയുന്നത് ഞാൻ CA പോവുള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പോയില്ല. പിന്നെ ഞാൻ അന്വേഷിക്കാൻ തുടങ്ങിയത് നല്ലൊരു കോഴ്സ് ചെയ്യണം. CA ഓനാണെങ്കിലും ഇപ്പോൾ എറണാകുളത്താണെങ്കിലും നല്ലൊരു രീതിയിൽ കോച്ചിങ് കൊടുക്കാൻ പറ്റുന്ന ഒരു ഇതെന്ന് എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ ഞാൻ അന്വേഷിച്ചു. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാരാണ് ഇങ്ങനെ ഒരു സംഗതി റെക്കമെൻഡ് ചെയ്തത്. ഇവിടുത്തെ ഈ അറ്റ്മോസ്ഫിയർ വന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നി കൊള്ളാം കാര്യം. ചില നമുക്ക് അങ്ങനെ വലിയൊരു ടെൻഷൻ ഫീൽ ചെയ്തില്ല, ഒരു കുറച്ച് കൂളായിട്ടുള്ള ഒരു അന്തരീക്ഷം. പിന്നെ മോനും വൈഫും കൂടി വന്നപ്പോൾ കണ്ടപ്പോൾ കുഴപ്പമില്ല, പഠിക്കാം, അതിനും കുഴപ്പമില്ലാത്ത രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ. പിന്നെ അവർ ഫസ്റ്റ് തന്നെ പറഞ്ഞു ഒരു സംഗതി പഠിക്കാനുണ്ട്, ഒരുപാട് ടെൻഷൻ പിടിച്ചൊരു ഫീൽഡാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കുറച്ച് ഫ്രീ ആയിട്ടില്ല. ഇവരുടെ ഫ്രണ്ട് സർക്കിൾ കംപ്ലീറ്റ് കുറേ കോളേജുകളിലേക്കും വേറെ കോഴ്സിലേക്ക് പോകുന്നുണ്ട്. എല്ലാവരും ആ 3 വർഷം 4 വർഷത്തെ കോളേജ് ലൈഫ് എൻജോയ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആളുകൾ ആ ഒരു മൈൻഡ് സെറ്റിലൊക്കെ പോകുമ്പോഴും നമുക്കൊരു വിഷമമുണ്ട്, ആ കോളേജ് ലൈഫ് ഇവന് മിസ്സാവുമോ. പക്ഷേ ഇവൻ്റെ കരിയർ ബെസ്റ്റ്. കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥ അങ്ങനെയാണ്, അറിയാലോ. ഇപ്പോഴത്തെ എക്കണോമിക്കലൊക്കെ നോക്കുകയാണെങ്കിൽ കുട്ടികളുടെ ലൈഫ് സെലക്ട് ചെയ്യുന്നത് അവർ തന്നെ ആവുന്നത് ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ അവരുടെ ഇഷ്ടത്തിന് അങ്ങനെ പോയപ്പോൾ എനിക്ക് തോന്നിയിട്ട് ഇത് ഇന്ററിലേക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്കത് കോൺഫിഡൻ്റ് ആയി. ഇനി ഇത് അവന് അച്ചീവ് ചെയ്യാൻ പറ്റും തന്നെയാണ്, ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ അവന് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് വന്നിട്ടുണ്ട്. ആക്ച്വലി അത് അങ്ങനെയാണ്. ആ ഒരു പോയ ട്രാക്ക് നന്നായിട്ടുണ്ട്, എനിക്ക് സെലക്ട് ചെയ്തതും നന്നായിട്ടുണ്ട്.
ഇനിയുള്ളതും നന്നാവും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. ആദ്യം സി എ ചൂസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പേടി തന്നെ തോന്നിയത്. കാരണം അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ പലയിടത്തും ഫസ്റ്റ് ചാൻസിൽ കിട്ടുന്നില്ല, ഒരുപാട് പേര് ഡ്രോബാക്ക് ആയിട്ട് തിരിച്ചു പോകണു. അപ്പോൾ ഞാൻ ആദ്യമോട് ചോദിച്ചു, മോൻ ഇത് തന്നെ എടുക്കണോ? അപ്പോൾ അവൻ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ അവൻ പറഞ്ഞു എനിക്ക് സി എ തന്നെ പോകണം എന്നുള്ളത്. 8ാം ക്ലാസ് തൊട്ട് 9ാം ക്ലാസ് തൊട്ട് അവൻ തന്നെ പറയുന്ന സെയിം പാറ്റേൺ ആണ്, സി എക്ക് പോകണം. അതുപോലെ ഇവിടെ +2 കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും നമ്മളിവിടെ വന്നു. ഇവിടുത്തെ എല്ലാ സിറ്റുവേഷൻസ് കണ്ടപ്പോഴും അപ്പോഴും എനിക്ക് കോൺഫിഡൻസ് ലെവൽ ഉണ്ടായിരുന്നില്ല ഇവനത് ചേർത്ത് കഴിഞ്ഞ് ഇവൻ നേടാൻ പറ്റുമോ എന്നുള്ളതും. കാരണം ഇവൻ്റെ ഫൗണ്ടേഷന് വേണ്ടി ഇവൻ്റെ പ്രിപ്പറേഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് ടെൻഷനായിരുന്നു. കാരണം അത്രയും ടഫായിട്ട് കുട്ടി പഠിക്കുന്നു, ഇവന് എങ്ങനെ ഇത് മുന്നോട്ട് പോകുമോ എന്ന്. ഓരോ എക്സാമും കഴിഞ്ഞ് മാർക്കുകൾ കിട്ടുമ്പോഴും പ്രതീക്ഷ എനിക്ക് വീണ്ടും വന്നു. ഓക്കെ, എൻ്റെ ചിന്താഗതി തെറ്റാണ്, എൻ്റെ മോൻ കോൺഫിഡൻസ് ആണ്, അവൻ എന്തായാലും ഫൗണ്ടേഷൻ പാസ്സാവും എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട്. അങ്ങനെ എക്സാം കഴിഞ്ഞു, റിസൾട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. റിസൾട്ട് വന്നു, ഫൗണ്ടേഷൻ പാസ്സായപ്പോൾ എനിക്ക് കോൺഫിഡൻസ് ആയി. ഇനിയിപ്പോൾ ഇവനെ തുടർന്ന് ഇന്ററിലേക്ക് പോകാൻ പറ്റും, എല്ലാം ഭംഗിയായി തന്നെ തീരണം. അത് കോച്ചിങ് എല്ലാം നല്ല രീതിയിൽ തന്നെ ടീച്ചേഴ്സിൻ്റെ കോച്ചിങ് ഉണ്ട്. ഇവിടെ നമ്മൾ എന്ത് ഡൗട്ട് ചോദിച്ച് ക്ലിയർ ചെയ്താലും ടീച്ചേഴ്സായാലും നല്ല രീതിയിൽ നമ്മളെ സഹകരിക്കുന്നുണ്ട്. അത് തന്നെയാണ് നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടി ഏറ്റവും വലിയ ബെസ്റ്റ്. അപ്പോൾ അടുത്ത ഘട്ടം പോയി ഇന്ററിലേക്ക് പോയി എൻ്റെ മോനും സി എ പാസ്സായി നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ ഞാനും ആഗ്രഹിക്കുന്നു. അതിൻ്റെ ലോജിക്കിന് എല്ലാം താങ്ക്സ് പറയുന്നു. 12th പഠിക്കുമ്പോൾ തന്നെ സി എ ഫൗണ്ടേഷൻ സി എ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ സി എയുടെ ആഫ്റ്റർ ക്വാളിഫിക്കേഷൻ കുറേ ഇൻസെൻറ്റീവ്സ്, കുറേ സാലറി, ഹയർ സാലറി ആയിരുന്നു. ഇവിടെ എവറി വീക്ക് 2 times ടെസ്റ്റ് ഉണ്ടാവും. പിന്നെ ടീച്ചേഴ്സ് ഡെയിലി മോർണിംഗ് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അപ്പോൾ പഠിക്കാനുള്ള റിവിഷൻ അങ്ങനെ ഉണ്ടാവും. ടുവേർഡ്സ് ദി എൻഡ് അവർ കുറേ മോക്ക് ടെസ്റ്റ് 3 സീരീസ് ഉണ്ടായിരുന്നു. പിന്നെ ടീച്ചേഴ്സ് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ഇവിടെ പേരൻസ് സ്റ്റുഡൻസ് ഇൻട്രാക്ഷൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുറേ ഈ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ട് അറ്റൻഡൻസ് കൂടുതലാണ്. അറ്റൻഡൻസ് ഫ്രം പേരൻസ് ആയി. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും കറക്റ്റായിട്ടുള്ളൊരു ധാരണയുണ്ട് ഇവിടെ എന്താ നടക്കുന്നത്, ഓർ നമ്മൾ സേഫ് ഹാൻഡ്സിലാണോ എന്നുള്ള രീതിയിലുള്ള ഒരു ധാരണയുണ്ട്.